ഹലോ ഗേയ്സ്, ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി വയ്ക്കുന്നത് കണ്ടാലോ? കേരള സ്റ്റൈൽ നല്ല അടിപൊളി ഒരു ഇഞ്ചിക്കറി. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒരുവിധം കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെയാണ്. പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളക് എനിക്ക് ഇതിനകത്ത് ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് കോരിയെടുത്ത് വയ്ക്കാം. വറുത്ത് കോരിയെടുത്ത് വെച്ചതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ കടുവും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തീ കുറച്ചിട്ട് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടി ഇട്ടിട്ടില്ല. കായപ്പൊടി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. പുളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളി ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ടില്ല, കൈകൊണ്ട് പൊടിച്ചത്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കറക്റ്റ് പാകത്തിന് തിളച്ച് എണ്ണയൊക്കെ തൂവി വരുമ്പം ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. കറക്റ്റായിട്ടുണ്ട്. അടിപൊളി ഇഞ്ചിക്കറി ആയിട്ടുണ്ടേ.